തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. 2020 നവംബർ 25 സാർവത്രിക സഭ വിശുദ്ധ ബലിമധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 4 വരെയും, മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 19 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റം പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ഭൗമിക വാസകാലം ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള നാളുകളാണ്. ആനുകാലിക ജീവിത ചുറ്റുപാടിൽ ക്രിസ്തുവിനെ എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുക? സാമാന്യമായി അവൻ എനിക്ക് നന്മ വരുത്തിയിട്ടുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണോ സാക്ഷ്യം? അതൊരു പക്ഷേ അനുഭവമാകാം. ആ അനുഭവത്തിന് മറ്റുള്ളവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു സാക്ഷ്യാനുഭവമായി പകരാൻ കഴിയുക? സാക്ഷ്യം എപ്പോഴും ജീവിതത്തിനകത്ത്, പ്രതിസന്ധികൾക്കകത്ത്, അടിച്ചമർത്തപ്പെടുന്നതിനകത്ത് ഉയർന്നു വരേണ്ട ഒന്നാണ്. ഭയലേശമന്യ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ കഴിയണമെങ്കിൽ ജീവിതാനുഭവം ഉണ്ടാകണം. ജീവിതാനുഭവമുള്ള ഒരാൾ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരാൾ, ബാഹ്യമായ ഏത് പ്രതികൂലാവസ്ഥയിലും ക്രിസ്തുവിനെ സാക്ഷ്യം നൽകും. ജീവിതത്തിൽ ക്രിസ്തു മനോഭാവത്തോടെ ജീവിക്കും. അയാൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെയും അയാൾ ഭയക്കില്ല. സാമാന്യമായി പറഞ്ഞാൽ ആനുകാലിക സാഹചര്യത്തിൽ പറയാവുന്ന ഒരു കാര്യം, ഇന്ന് മതമർദ്ദനത്തിൻ്റെ കാലമല്ലല്ലോ, വന്നുകൂടായികയില്ല. ലോകത്താകമാനം അപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. അതൊന്നുമില്ലാതിരിക്കെ തന്നെ ഒരു സാക്ഷ്യാനുഭവം നമുക്ക് പറയാം. എങ്ങനെയാണ്? നിങ്ങൾ കടുത്ത അപമാനത്തിന് വിധേയനാകുന്നു, തിരിച്ച് മറുപടി പറയാതിരിക്കുന്നു. നിങ്ങൾ അടികൊള്ളുന്നു, പ്രതികരിക്കാതിരിക്കുന്നു. സാക്ഷ്യാനുഭവമാണ്. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ അടികൊണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു? എന്തുകൊണ്ട് അപമാനിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നു? കൃത്യമായ ഉത്തരം നാം പറയാതെ തന്നെ ലോകം തിരിച്ചറിയും. ക്രിസ്തുവിനെ ഒരാൾ ഹൃദയം കൊണ്ട് പൂജിക്കുമ്പോൾ, ക്രിസ്തുവിനെ ഒരാൾ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ അവനെ പ്രതിയാകും ജീവിതം. അപ്പോൾ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തു പറയണമെന്ന് ആലോചിക്കേണ്ട. തക്ക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ പറയേണ്ടവ വെളിപ്പെടുത്തും. അതാണ് സാക്ഷ്യം. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രശ്നകലുഷിതമായൊരു സാഹചര്യത്തിൽ നമുക്കെതിരെ ആക്രമണങ്ങൾ ഉയരുമ്പോൾ, ന്യായവിധി സ്ഥലങ്ങളിൽ നിൽക്കേണ്ടി വരുമ്പോൾ, അപ്രകാരമായിത്തീരുമ്പോൾ നിർഭയത്വത്തോടെ ക്രിസ്തുവിനെ ഏറ്റു പറയാൻ കഴിയുക. അത് ജീവിത പ്രതിസന്ധികൾക്കകത്തുണ്ടാകേണ്ട ഒരു ഏറ്റുപറച്ചിലാണ്. അപ്രകാരം പ്രതിസന്ധികൾക്കകത്ത് ഏറ്റുപറയുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സാക്ഷ്യമെന്ന് പറയാൻ പറ്റുക. ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകുന്നു, കഷ്ടതകളുണ്ടാകുന്നു, പരാതിയില്ലാതെ ജീവിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, സാക്ഷ്യമാണ്. വേദനകളും രോഗങ്ങളും ഉണ്ടാകുന്നു, രോഗക്കിടക്കുകളെയും രോഗങ്ങളെയും ഭയക്കാതിരിക്കുന്നു, ആ രോഗത്തിൻ്റെ നേരത്തും പുഞ്ചിരിയോടെ ഇരിക്കാൻ കഴിയുന്നു, അതും സാക്ഷ്യമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രതികൂലതയെ നേരിടുന്നതാണ് സാക്ഷ്യം, ക്രൈസ്തവ സാക്ഷ്യം എന്ന് തിരിച്ചറിയണം. ആക്രമണമുണ്ടാകുമ്പോൾ പരാതി പറയുന്നതും പ്രതിരോധിക്കാൻ പറയുന്നതും സംഘം ചേരാൻ പറയുന്നതും ക്രൈസ്തവ സാക്ഷ്യമല്ല. പീഡകളുണ്ടാകുമ്പോൾ, ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ, എതിർപ്പുകളുണ്ടാകുമ്പോൾ ആ എതിർപ്പുകളെ ഭയലേശമന്യം നേരിടാനും ക്രിസ്തുവിൽ അവയെല്ലാം പുഞ്ചിരിയോട് അഭിമുഖീകരിക്കാനും കഴിയുമെങ്കിൽ അതിൻ്റെ പേരാണ് ക്രൈസ്തവ സാക്ഷ്യം. ലോകാവസാനത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അവിടെ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളെ അവർ ന്യായാധിപ സംഘങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തും, ദേശാധിപതികളുടെ മുമ്പിൽ നിർത്തും, നിങ്ങളെ ഒറ്റുകൊടുക്കാൻ അനേകരുണ്ടാവും. ഇത് ലോകാവസാനം എന്ന് പറയുമ്പോൾ അത് ഭൗമികതയുടെ മുഴുവനായ നാശമായിട്ട് കണക്കുകൂട്ടണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്രകാരം സാക്ഷ്യം പറയാനുള്ള അവസരങ്ങളുണ്ടാകും. അതാരായിരിക്കും നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്യുക? അത് പുറത്തുനിന്നുള്ളവരായിരിക്കില്ല എന്നാണ് വ്യക്തമായ ഉത്തരം. നമ്മുടെ ജീവിത പരിസരത്ത് തന്നെ ഉണ്ടാകുന്നൊരു അനുഭവമാണ് ഈ തിരസ്കരണം, ഒറ്റിക്കൊടുക്കൽ, കുറ്റം വിധികൾ എന്ന് വചനം പറയുകയാണ്. അതുകൊണ്ട് അപമാനം ഉണ്ടാകുന്നത് പുറമേ നിന്നല്ല, അത് ഭവനത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ, മിത്രങ്ങൾ തന്നെ ശത്രുക്കളായി തിരിയും. പിതാവ് പുത്രനെതിരെയും പുത്രൻ പിതാവിനെതിരെയും തിരിയും. മാതാവ് മകൾക്കെതിരെയും മകൾ മാതാവിനെതിരെയും തിരിയും. അങ്ങനെ ജീവിതത്തിനകത്ത്, സാമാന്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിനകത്ത് തന്നെ സംഭവിക്കുന്നൊരു കാര്യമായിട്ടാണ് ഇപ്രകാരമുള്ള തിരസ്കരണത്തിൻ്റെയും ക്രൈസ്തവ സാക്ഷ്യത്തിനുള്ള അവസരത്തിൻ്റെയും കാര്യത്തെക്കുറിച്ച് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക. ക്രിസ്തുവചനം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉറപ്പ് എന്താണ്? എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെല്ലാവരും പീഡിപ്പിക്കും. വളരെ ഉറപ്പോടെ ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യമാണത്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുമ്പോൾ, എൻ്റെ കൂടെ ആകുമ്പോൾ നിങ്ങളെ സകലരും വെറുക്കും, നിങ്ങളെ സകലരും എതിർക്കും, നിങ്ങൾക്കെതിരെ ആരോപണങ്ങളുണ്ടാവും. പക്ഷേ ഈ പീഡനങ്ങളൊക്കെ നിങ്ങൾ അതിജീവിക്കും. ഒരു തലമുടിയുടെ പോലും നശിച്ചു പോകുകയില്ല. പീഡനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. ചിലറ്റം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാഗ്ദാനം ഹൃദയത്തിനകത്ത് ഉറച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. ആദ്യം പറഞ്ഞ കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ. അപമാനങ്ങളുണ്ടാകുന്നു, എതിർപ്പുകളുണ്ടാകുന്നു, കുറ്റം വിധികളുണ്ടാകുന്നു, ഒറ്റിക്കൊടുക്കലുണ്ടാകുന്നു, പീഡകളുണ്ടാകുന്നു. ഈ പീഡകളൊന്നും ഒഴിവാകുന്നില്ല.
ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ക്രിസ്തു പറഞ്ഞ രണ്ടാം ഭാഗം, ആദ്യ പകുതി ശരിയായിട്ടുണ്ട്, രണ്ടാം ഭാഗത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഒരു തലമുടിയുടെ പോലും നശിച്ചു പോവുകയില്ല, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നേടും. അപ്പോൾ ക്രിസ്തു പറഞ്ഞ ആദ്യം നിറവേറിയിട്ടുണ്ട്, രണ്ടാമത്തെ ഭാഗവും നിറവേറുമെന്ന പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെടുന്നത് ഒരു ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് മരിച്ചേ മതിയാവും. നന്മയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തകർന്നേ മതിയാവും. തകരാതെ അപ്പുറത്തേക്ക് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭൗമികതയുടെ എല്ലാ സാമാന്യതകളും സാധ്യതകളും തകർക്കപ്പെടുന്ന നാളുകളിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ ക്രിസ്തുവിൻ്റെ ജീവിതമാണ് നമ്മിലൂടെ നിറവേറുന്നത് എന്നൊരു ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അങ്ങനെയാണ് മനസ്സുറയ്ക്കുന്നതെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് നമ്മുടെ അതരത്തിലൂടെ പ്രവർത്തിക്കുമെന്നാണ് വചനമെന്ന് നമ്മൾ പറയാം. അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രവൃത്തികൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകും. എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ടതില്ല. തക്ക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കും. വെളിപാടിൽ സ്ലീഹ കാണുന്നുണ്ട്, മൃഗത്തിൻ്റെ മേലും അവൻ്റെ ആധിപത്യത്തിൻ്റെ മേലും വിജയം വരിക്കുന്നവർ, അവൻ്റെ നാമത്തിന്മേൽ വിജയം വരിക്കുന്നവർ. അപ്രകാരം വിജയം വരിക്കുന്നവർ ഈ ക്ലേശങ്ങളെയും ഈ ലോകത്തിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും പീഡകളെയും എല്ലാം അതിജീവിച്ചവരാണ് വിജയികളുടെ സഭ. അങ്ങനെ സ്വർഗത്തിൽ വിജയികളുടെ സഭയുടെ ഭാഗമായി കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സ്തുതിക്കാനായി നിൽക്കുന്ന ഒരു ദിവസം നമുക്കുണ്ടാകുമെന്ന ബോധ്യമാണ് ഭൗമികമായ ക്ലേശങ്ങൾ അതിജീവിക്കാൻ ഉൾക്കരുത്തായി നാം സൂക്ഷിക്കേണ്ടത്. ഈ ഒരു ബോധ്യത്തോടെ മുൻപോട്ട് പോകുമെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങളും വേദനകളുമൊക്കെ ഒരു നിത്യമഹത്വത്തിലേക്കുള്ളതാണ്, ദൈവസന്നിധിയിലേക്കുള്ളതാണ്. വിജയികളുടെ സഭയിൽ അംഗങ്ങളാവുകയാണ്, അവിടുത്തെ സ്തുതിക്കാനായി നാം തിരഞ്ഞെടുക്കപ്പെടുകയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഭൗമികവാസകാലത്ത് അനുഭവിക്കുന്ന ക്ലേശങ്ങളുടെ മേൽ നമുക്ക് അപ്രിയം തോന്നേണ്ട കാര്യമില്ല. അവയിലൂടെയാണല്ലോ നാം രക്ഷ പ്രാപിക്കുന്നത്. പരിശുദ്ധനും നീതിമാനുമായ ദൈവസന്നിധിയിൽ, മഹത്വപൂർണനായ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ഏറ്റുപറയാനും മഹത്വപ്പെടുത്താനുമായി ഒരു ദിനം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു സാക്ഷ്യമായി ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്രകാരമായിത്തീരാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.